أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെയും അവരുടെ പ്രവാചകന്റെയും വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. നമ്മുടെയൊക്കെ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മക്കളാണ്. മക്കളെക്കാൾ വലുതായി നമുക്ക് ഈ ദുനിയാവിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ആമുഖമായി ഊന്നിവെച്ച വചനം വിശുദ്ധ ഖുർആൻ 64-ാം അധ്യായം സൂറത്തുൽ തഗാബുൻ 15-ാമത്തെ വചനമാണ്. അവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. തീർച്ചയായും നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങൾ അത് നിങ്ങൾക്കൊരു ഫിത്നയാണ്, ഒരു പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത്. ഇവിടെ സമ്പത്തും സന്താനങ്ങളും ഒരു ഫിത്നയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്തും സന്താനങ്ങളും ദുനിയാവിന്റെ അലങ്കാരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. സൂറത്തുൽ തഗാബുനിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറുഹും. തീർച്ചയായും നിങ്ങളുടെ ഇണകളിൽ, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുതയുണ്ട് എന്നാണ്. അഥവാ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഇണകളും നിങ്ങൾക്ക് ശത്രുവാണ്. ഫഹ്ദറുഹും, നിങ്ങൾ അവരെ കരുതിയിരിക്കണം, സൂക്ഷിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇങ്ങനെ മക്കളെ സംബന്ധിച്ച് പറയുന്നതിന് വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ, ശൈലികൾ, താക്കീതുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തും സന്താനങ്ങളും അല്ലാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിൽ നാം വിനിയോഗിച്ചാൽ ഇരു ലോകത്തും നമുക്കത് ഖൈറാണ്. അതല്ല എങ്കിൽ ഇരു ലോകത്തും നമുക്കത് ശർറായിരിക്കും എന്നതിൽ സംശയമില്ല. ഇന്ന് ദുനിയാവിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന തന്റെ ജീവിതത്തിലെ കഷ്ടതകളിൽ, പ്രയാസങ്ങളുടെ സിംഹഭാഗവും അവന്റെ ഭാര്യയെയും അവന്റെ മക്കളെയും ചൊല്ലിയായിരിക്കും. അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരിക്കും. ഒന്നുകിൽ ഭാര്യയുടെയും മക്കളുടെയും നിർബന്ധത്തിനോ ശാഠ്യത്തിനോ വഴങ്ങിക്കൊണ്ട്, അതല്ലെങ്കിൽ അവരോടുള്ള അമിതമായ വാത്സല്യം മൂലം, ഇനി അതുമല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന കൊള്ളരുതായ്മ മൂലം തനിക്ക് നേരിടേണ്ടി വരുന്ന അപമാനം, മറ്റു പ്രയാസങ്ങൾ
സംശയവുമില്ല. അതുകൊണ്ട് തന്റെ കുടുംബത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു കുടുംബനാഥൻ ഉണ്ട് എന്ന് ആദ്യമായി ഒരു കുടുംബനാഥൻ മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മുടെ ഇടയാകട്ടെ മക്കളാകട്ടെ നമ്മളോളം പക്വതയും പാകതയും കൈവന്നവർ ആകണമെന്നില്ല. അവർക്ക് അവരുടേതായ പോരായ്മകളും കുറവുകളും ഉണ്ടാകും. അവരെല്ലാം കൃത്യമായി നൽകേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ, ശാസനകൾ നൽകേണ്ട ഘട്ടങ്ങളിൽ ശാസനകൾ നൽകി ഇങ്ങനെ അവരെ ഉത്ബോധിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും നൽകി അവർക്ക് മാതൃകയായി നല്ല ഒരു അധ്യാപകനായി ഒരു കുടുംബനാഥൻ തന്റെ കുടുംബത്തിൽ മാതൃകയായി നിലകൊള്ളേണ്ടതുണ്ട് എന്നതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുകയും അവരെ മാറോട് ചേർത്ത് പിടിക്കുകയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ മക്കൾ ഇരുലോകത്ത് നമുക്ക് ഉപകരിക്കുക. ഏതൊരു മാതാവും പിതാവും ആഗ്രഹിക്കുന്നത് ദുനിയാവിൽ എന്റെ മക്കൾ എനിക്ക് ഉപകരിക്കണം, അതിനേക്കാൾ ഉപരിയായ ആഖിറത്തിൽ എന്റെ മക്കൾ എനിക്ക് ഉപകരിക്കണം. ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന, അവരെ പല കഷണങ്ങളാക്കി അവരുടെ ശരീരം കീറിമുറിച്ച് അതല്ലെങ്കിൽ പിഞ്ചു പൈതങ്ങളെ പോലും സ്വന്തം ചോരയിൽ പറഞ്ഞ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ട് വലിച്ചെറിയുന്ന ഇങ്ങനെ മക്കളോടുള്ള ക്രൂരത, മാതാപിതാക്കളോടുള്ള ക്രൂരത നിത്യേന നമ്മുടെ നാട്ടിൽ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുക. ഇത്തരം വാർത്തകൾ നമ്മുടെ നാടുകളിലെല്ലാം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം, മക്കൾ എങ്ങനെയായിരിക്കണം, ആ മക്കളെ നല്ല നിലക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു കുടുംബനാഥൻ ആ കുടുംബത്തിൽ എങ്ങനെ നിലകൊള്ളണം തുടങ്ങിയ മേഖലകളിലെല്ലാം വളരെ കൃത്യമായ മാതൃക ലോകത്തിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ നമുക്ക് കാണാം, അവർ പറഞ്ഞത് ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ. പ്രവാചകൻ പറയുകയാണ്, ലൈസ മിന്നാ നമ്മിൽപ്പെട്ടവനല്ല, മൻ ലം യർഹം സഗീറനാ ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ, വലം യുവഖിർ കബീറനാ വലിയവരെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. നമ്മിൽ എത്ര ആളുകളാണ് പ്രവാചകനിൽപ്പെട്ടവർ? പ്രവാചകന്റെ ആ പാതയിൽ പ്രവാചകന്റെ മാർഗത്തിലാണോ ഞാനും നിങ്ങളുമെന്ന് ചെറിയവരും ആലോചിക്കണം, വലിയവരും ആലോചിക്കണം. മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ, തന്നേക്കാൾ പ്രായം ചെന്നവർ, മാതാപിതാക്കളാകാം, അവരുടെ സഹോദരങ്ങളാകാം, സ്വന്തം സഹോദരങ്ങളാകാം, അയൽബന്ധത്തിലുള്ളവരാകാം, നമ്മളുമായി പരിചയമുള്ളവരാകാം, ഇങ്ങനെ എന്നേക്കാൾ വയസ്സിന് മൂത്ത ആളുകളെ ഞാൻ ബഹുമാനിക്കുന്നില്ല എങ്കിൽ, അവരെ ആദരിക്കുന്നില്ല എങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം തന്നെ മുതിർന്ന ആളുകൾ മനസ്സിലാക്കണം, ചെറിയവരോട് കരുണ കാണിക്കാത്ത, മക്കളെ സ്നേഹിക്കാത്ത, പുന്നാരിക്കാത്ത, അവരോട് കരുണ കാണിക്കാത്ത ആളുകളും എന്നിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല ഹസൻ ഇബ്നു അലി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു. തന്റെ പേരക്കുട്ടിയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിലിരുത്തി ഓമനിക്കുകയാണ്, പുന്നാരിക്കുകയാണ്, താലോലിക്കുകയാണ്. പ്രവാചകൻ സ്നേഹത്തിന്റെ ചുംബനങ്ങൾ നൽകുകയാണ് തന്റെ പേരക്കുട്ടിക്ക്. ആ സമയത്ത് വഇന്നഹു അഖറഅബുൽ ഹാബിസ് തമീമി ജാലിസൻ. അഖറഅബുൽ ഹാബിസ് തമീമി എന്ന് പറയുന്ന മനുഷ്യൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുന്നവനായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഉണ്ട് ആ സദസ്സിൽ. ഇത് കണ്ടപ്പോൾ ഫഖാൽ അഖറ, ഈ അഖറ എന്ന മനുഷ്യൻ പറയുകയാണ്, പ്രവാചകരെ ഇന്നലി അശറതൻ മിനൽ വലദി, തീർച്ചയായും എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദ, അവരിൽ ഒരാളെ പോലും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടിയെ മടിയിലിരുത്തി പുന്നാരിച്ച് ആ പേരക്കുട്ടിക്ക് ചുംബനം കൊടുക്കുമ്പോ പ്രവാചകന്റെ സദസ്സിലുണ്ടായ അത്വറഅബുൽ ഹാബിസി തമീമി എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്, പ്രവാചകനെ, എനിക്ക് 10 മക്കളുണ്ട്, പക്ഷേ എന്റെ 10 മക്കളിൽ ഒരാളെ പോലും ഞാൻ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല. ആ മനുഷ്യനിലേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് പ്രവാചകൻ പറയാണ്, കരുണ ചെയ്യാത്തവന്റെ പേരിൽ കരുണ ചെയ്യപ്പെടുകയില്ല. നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നില്ല എങ്കിൽ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കരുണ കാണിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യന് നൽകുന്ന ഉപദേശമാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പേരമക്കളെ അവരെ ഒന്ന് പുന്നാരിക്കാൻ, അവരെ ഒന്ന് എടുത്തു പുറത്തു കൊണ്ടുപോകാൻ, അവരുടെ ആവശ്യങ്ങളൊന്ന് നിറവേറ്റി കൊടുക്കാൻ, അവരുടെ ആഗ്രഹങ്ങളൊന്ന് കണ്ടറിയാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? നമ്മൾ പുറത്തു പോയി തിരിച്ചു വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്, വീട്ടിൽ വന്നു കയറി ഫോണുമായി ഒരു ഭാഗത്ത് മാറിയിരിക്കുകയാണ്, വാട്സാപ്പിലേക്ക് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്, ഫേസ്ബുക്കിലേക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുമക്കൾ, പേരമക്കൾ ഉപ്പ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് ഓടി വരുമ്പോ അവരെ നമ്മൾ തട്ടിമാറ്റുകയാണ്, അവരെ നമ്മൾ അകറ്റി നിർത്തുകയാണ്. അവരെ ഒന്ന് എടുക്കാൻ, അവരെ ഒന്ന് മടിയിലിരുത്താൻ, അവരെ ഒന്ന് ലാളിക്കാൻ, അതിനുള്ള കരുണ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഇല്ലാതെ പോയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരിക്കൽ പ്രവാചകന്റെ മകളായ സൈനബ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞയക്കുകയാണ്. സൈനബ റളിയല്ലാഹു അൻഹയിലെ കുട്ടിക്ക് സുഖമില്ലാത്ത വല്ലാത്ത ഒരു അവസ്ഥയിലാണ്, അസുഖം മൂർച്ഛിച്ചിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ സൈനബ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. പ്രവാചകനോട് എത്രയും വേഗം വീട്ടിലേക്ക് വരാൻ പറയണം, കുട്ടിക്ക് തീരെ സുഖമില്ല, രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞയച്ചു, അവളോട് പറയണം, നീ ക്ഷമിക്കണം, അല്ലാഹുവിന്റെ തീരുമാനമാണ്, നമുക്കത് തടയാൻ കഴിയില്ല. നൽകുന്നതും എടുക്കുന്നതും അതിന് അധികാരമുള്ളതും അല്ലാഹുവിനാണ്, അതുകൊണ്ട് നീ ക്ഷമിക്കുക, അല്ലാഹുവിനെ പരമേൽപ്പിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ആളെ മടക്കി അയച്ചു. പ്രവാചകന്റെ മകളായ സൈനബ റളിയല്ലാഹു അൻഹ രണ്ടാമതും പ്രവാചകന്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞയച്ചു. അസുഖം വീണ്ടും മൂർച്ഛിച്ചിരിക്കുകയാണ്, സക്കറാത്തിന്റെ ഹാലിലാണ്, എത്രയും വേഗം ഇങ്ങോട്ട് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ചില സ്വഹാബി വര്യന്മാരുമായി തന്റെ മകളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് പേരക്കുട്ടിയെ പ്രവാചകന്റെ കൈകളിലേക്ക് എടുത്തു ഉയർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ എടുത്തു തന്റെ മടിയിലിരുത്തി. ശ്വാസം നീങ്ങി വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടി വല്ലാത്ത അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിലിരുത്തി പ്രവാചകൻ ആ കുഞ്ഞിലേക്ക് നോക്കുമ്പോൾ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ പ്രവാചകനെ, എന്താണിത്, അങ്ങ് കരയുകയാണോ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ഹാദിഹി റഹ്മത്തുൻ ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹ്മാൻ. ഇത് കാരുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിയാന്മാരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുക്കുന്ന കാരുണ്യമാണ്. കരുണയുള്ളവരോട് മാത്രമേ അല്ലാഹു കരുണ കാണിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടിയാറുകൾക്ക് മറുപടി പറയുകയാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ, വീട്ടിലേക്ക് വിളിപ്പിച്ചാൽ, കുട്ടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ, മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് ദേഷ്യപ്പെടുകയല്ലാതെ, ഭാര്യ വഴക്ക് പറയുകയല്ലാതെ, അവരുടെ അടുക്കലേക്ക് ഓടി വരാൻ, അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ, ആ കുഞ്ഞിനെ തന്റെ കൈകളിലിട്ടൊന്ന് ലാളിക്കാൻ എത്ര മാതാപിതാക്കൾക്ക് കഴിയാറുണ്ട്, എത്ര പിതാക്കന്മാർക്ക് കഴിയാറുണ്ട്, എത്ര വല്ലുപ്പമാർക്ക് കഴിയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക. കരുണയുള്ളവരോട് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കുകയുള്ളൂ. ഏത് മേഖലകൾ നമ്മൾ പരിശോധിച്ചാലും എല്ലാ ഘട്ടങ്ങളിലും പ്രവാചകൻ മാതൃകയായിരുന്നു. നമ്മളോ കുട്ടികളെ എപ്പോഴും കുറ്റം പറയുക,
ഉസ്താദിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഉസ്താദ് ഇവൻ നമസ്കരിക്കുന്നില്ല, വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, ഇവൻ പഠിക്കുന്നില്ല, അനുസരണയില്ല, ഒരു 10,000 കുറ്റങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് ഉസ്താദുമാരോട്, സുഹൃത്തുക്കളോട്, മറ്റുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് പരസ്യമായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണ്. അവരൊന്നും ആരോടും ചേർത്ത് പിടിക്കാൻ, അവരിലെ നന്മകളൊന്നും എടുത്തു പറയാൻ, അവർ നന്മ ചെയ്യുമ്പോൾ ആ നന്മയിൽ അവരൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ, തെറ്റ് കണ്ടാൽ നസീഹത്തോടുകൂടി ഒന്ന് ഗുണഘോഷിക്കാൻ മാതാപിതാക്കളെ നമുക്ക് കഴിയാറുണ്ടോ? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലായിരിക്കെ ഉമർ ഇബ്നു അബീ സലമ ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗം. ആരാണ് ഉമർ ഇബ്നു അബീ സലമ എന്ന് പറഞ്ഞാൽ? അബൂ സലമയുടെയും ഉമ്മു സലമയുടെയും മകനാണ് ഉമർ ഇബ്നു അബീ സലമ. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഉമ്മു സലമ വിധവയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധവയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. തന്റെ ആദ്യ ഭർത്താവായ അബൂ സലമയിൽ ഉമ്മു സലമത്തിൻ്റെതായ കുട്ടിയാണ് ഉമർ ഇബ്നു അബീ സലമ. കാന ഉമർ ഇബ്നു അബീ സലമ, ഉമർ ഇബ്നു അബീ സലമ ആയിരുന്നു യഈശു മഅ ഉമ്മിഹി, തന്റെ ഉമ്മയോടൊപ്പം താമസിക്കുകയാണ്. വഹുവ സഗീറുൻ, ചെറിയ കുട്ടിയായിരിക്കെ ഫീ ബൈത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ. പ്രവാചകന്റെ കുട്ടിയല്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് ആദ്യ ഭർത്താവായ അബൂ സലമയിലുണ്ടായ കുട്ടിയാണ്. ആ സ്ത്രീയെ പ്രവാചകൻ വിവാഹം കഴിച്ചപ്പോൾ ആ കുട്ടിയും ആ ഉമ്മയും പ്രവാചകന്റെ വീട്ടിലാണ്. അവരിങ്ങനെ ഒന്നിച്ച് വീട്ടിലായിരിക്കുമ്പോ ഭക്ഷണം കഴിക്കാനായി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഇങ്ങനെ ധൃതി കാണിക്കുകയാണ്, തിരക്ക് കൂട്ടുകയാണ്. ബിസ്മി പോലും ചെല്ലാതെ അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തിരക്ക് കൂട്ടി തന്റെ കൈകൾ ആ ഭക്ഷണ പാത്രത്തിലേക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ വലത് കൈ കൊണ്ട് കഴിക്കും, പിന്നെ ഇടത് കൈ കൊണ്ട് കഴിക്കും, ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും മാറി മാറി ഭക്ഷണം എടുക്കുകയാണ്. തന്റെ മുന്നിൽ നിന്നല്ലാതെ ഒരു വലിയ ഭക്ഷണത്തലയിൽ വെച്ച് അതിൽ നിന്ന് എല്ലാവരും ഒന്നിച്ച് കഴിക്കുമ്പോൾ എല്ലാവരുടെ ഭാഗത്തും ഈ കുട്ടി ഇങ്ങനെ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ കുട്ടി പോലുമല്ല. നമ്മുടെ മക്കളാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അവർ കാണിച്ചാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വഴക്ക് പറയുകയാണ്, ചീത്ത പറയുകയാണ്, എന്നെൽപ്പിച്ച് വിടുകയാണ്, അവർ അടിക്കുകയാണ്, ദേഷ്യം പിടിക്കുകയാണ്, ഭാര്യയോട് ചാടിക്കയറുകയാണ്. പ്രവാചകനോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഈ കുട്ടിയെ ഈ രൂപത്തിലുള്ള രീതികൾ കണ്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മോനെ, അല്ലയോ കുട്ടി, സമ്മില്ല, നീ ബിസ്മി ചൊല്ലണം. വകുൽ ബിയമീനിക, നീ നിന്റെ വലത് കൈ കൊണ്ട് തിന്നണം. വകുൽ മിമ്മാ യലീക, നീ നിന്റെ ഭാഗത്ത് നിന്ന് കഴിക്കണം. പ്രവാചകൻ ഉപദേശിക്കുകയാണ്. സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ടോ മക്കളോട്? പറഞ്ഞിട്ടുണ്ടോ പേരക്കുട്ടികളോട്? വീട്ടിലേക്ക് വിശന്ന് പറഞ്ഞ് കയറി വരുമ്പോ, ഭാര്യ ഭക്ഷണം നിറഞ്ഞു വെക്കുമ്പോ, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ, മക്കളെ വെക്കത്തിയാകുമ്പോ അവനെ തട്ടിമാറ്റുകയാണ്. പോകരുത്. സമാധാനമായിട്ട് കഴിക്കാൻ പോലും സമ്മതിക്കില്ല. മക്കളോട് ദേഷ്യം, ഭാര്യയോട് ദേഷ്യം, ആ ഒരു ഒച്ചപ്പാടുകൾ. ഇതല്ലേ നമ്മുടെ വീടിന്റെ അവസ്ഥ? ഒരു ചെറിയ തെറ്റ് കണ്ടാൽ ഒന്ന് സ്നേഹത്തോടെ നസീഹത്തോടെ ആ മക്കളെ നമ്മളല്ലാതെ നമ്മുടെ മക്കൾ പിന്നെ ആരുടെ സഹോദരങ്ങളെ ഉപദേശിക്കുക? അവര് കുട്ടികളാണ്, അവർക്കറിയില്ല, അവർക്കറിയില്ല, പക്വതയില്ല. നോക്കി നിങ്ങൾ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നൽ ഹസൻ ബിൻ അലി അഖദ തംറതൻ മിൻ തംരി സ്വദഖ, പ്രവാചകന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന്, സകാത്തിന്റെ മുതലിൽ നിന്ന്, അഥവാ പൊതുമുതലിൽ നിന്ന് ഒരു കാലത്ത് എടുത്ത് തന്നെ വാങ്ങി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടു. ആ കുട്ടി ഇങ്ങനെ കാലക്കെടുത്ത് അത് തന്റെ വായിലേക്ക് ഇടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാരിസിയ, ഉടനെ പ്രവാചകന്റെ പ്രതികരണം, മോനെ, തുപ്പ മോനെ, അത് കഴിക്കരുത്, ഛർദ്ദിച്ചതല്ല, തുപ്പിക്കല. നിനക്കറിയില്ലേ നമുക്ക് സ്വതക്കയുടെ മുതൽ തിന്നാൻ പാടില്ല എന്ന്? പൊതുമുതലിൽ നിന്ന് മുഹമ്മദിനും കുടുംബത്തിനും അനുവദനീയമല്ല എന്ന് മോനെ നിനക്ക്
കുട്ടിയല്ലേ, വലുതാവുമ്പോൾ ശരിയായിക്കൊള്ളും. തെറ്റ് കണ്ടാൽ തിരുത്താൻ നമുക്ക് കഴിയണം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പള്ളിയിൽ, മസ്ജിദുൽ നബവിയിൽ, മദീനത്തെ പള്ളിയിൽ സുബ്ഹിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയ ഉടനെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വളരെ സ്പീഡിൽ ഒറ്റ പോക്കാണ്. സലാം കിട്ടിയ ഉടനെ ആ മനുഷ്യൻ എഴുന്നേറ്റങ്ങ് പായ. ദിക്ർ എഴുതുന്നില്ല, പ്രാർത്ഥിക്കാനിരിക്കുന്നില്ല, ഒന്നിനും ഇരിക്കുന്നില്ല. സലാം കിട്ടിയ ഉടനെ മനുഷ്യൻ എഴുന്നേറ്റ് പോകും. പല ദിവസങ്ങളായി ഇങ്ങനെ ആവർത്തിക്കപ്പെടാൻ തുടങ്ങിയിട്ട് അവസാനം ചോദിച്ചു ആ മനുഷ്യനെ വിളിച്ചിട്ട് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല സഹോദര, എന്താണ് നിങ്ങൾക്ക് ഇത്ര തിരക്ക്? നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ നിങ്ങൾ എന്താണ് എഴുന്നേറ്റ് വരുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. പ്രവാചകരെ, എന്റെ വീടിനോട്, എന്റെ പറമ്പിനോട് ചേർന്ന് നിൽക്കുന്ന പറമ്പ് ഒരു ജൂതന്റെ പറമ്പാണ്. അത് ഈത്തപ്പഴത്തോട്ടമാണ്. ആ പറമ്പിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ പാകമാകുമ്പോൾ അതെന്റെ പറമ്പിലേക്ക് വീഴും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എന്റെ മക്കൾ എഴുന്നേറ്റാൽ വിശപ്പിന്റെ കാഠിന്യം മൂലം അവർ എഴുതി ചെല്ലും. അത് പെറുക്കിയെടുത്തവർ ഭക്ഷിക്കും. എന്റെ ചെറിയ മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ പഴങ്ങൾ പെറുക്കിയെടുത്ത് ഉടമസ്ഥന്റെ പറമ്പിലേക്ക് എനിക്ക് തിരിച്ചിട്ട് വരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഓടുന്നത്. നോക്ക് നിങ്ങൾ, മറ്റുള്ളവരുടെ വീട്ടിൽ കയറി കാണുന്നതെല്ലാം പഠിച്ചു നിന്നുന്ന നമ്മുടെ മക്കളുടെ ഇന്നുവരെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മോനെ, അന്യന്റെ മുതൽ അതൊരു മാങ്ങയാണെങ്കിലും എന്താണെങ്കിലും അത് നമുക്ക് പാടില്ല, അത് നമ്മൾ എടുക്കാൻ പാടില്ല, അത് നമ്മൾ തിന്നാൻ പാടില്ല. ഹറാം നമ്മുടെ വായിലേക്ക്, നമ്മുടെ വയറ്റിലേക്ക് പോകാൻ പാടില്ല. പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ മക്കൾക്ക്? ഇല്ല. ചെറുതല്ലേ, കുട്ടികളല്ലേ, സാരമില്ല, കുഴപ്പമില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മുടെ അവസ്ഥ ആലോചിച്ചു നോക്ക്. നമ്മളൊരു കടയിലേക്ക് ചെല്ലുകയാണ്, ഫ്രൂട്ട്സ് വാങ്ങാൻ ചെല്ലുകയാണ്. അവിടെ മുന്തിരി ഇരിക്കുന്നു, ഒന്നെടുത്ത് വായിലിട്ടു. ആരോട് ചോദിച്ചിട്ടാ? നിന്റെ മുതലാണോ? ആരാന്റെ മുതലല്ലേ? അത് നിനക്ക് ഹലാലാണോ? ചോദിക്കാതെ ഒരു മുന്തിരി എടുത്ത് നിന്റെ വായിലേക്ക് നീക്കിട്ടാൽ നീ തിന്നത് ഹറാമാണ്. കടയിൽ ചെല്ലുകയാണ്, അരി വാങ്ങാൻ ചെല്ലുകയാണ്. അവിടെ ഒരുപാട് അരിച്ചാക്കുകൾ ഇരിക്കുകയാണ്, പെറുക്കിയെടുത്ത് വായിലേക്ക് ഇടുകയാണ്. നിന്റെ വയറ്റിലേക്ക് പോയത് ഹറാമാണ്. എവിടെയാണ് ജീവിതത്തിൽ സൂക്ഷ്മത? അന്യന്റെ പറമ്പിൽ നിന്ന് അനുവാദമില്ലാതെ ഒരു ഇല പോലും നമ്മൾ കഴിക്കാൻ പാടില്ല, ഒരു ഈർക്കെ പോലും നമ്മൾ എടുക്കാൻ പാടില്ല. അവന്റെ പെർമിഷൻ ഇല്ലാതെ അവന്റെ പറമ്പിൽ നിന്ന്, അന്യരുടെ മുതലിൽ നിന്ന് ഒന്നും എന്റെ ഈ കൈക്ക് അനുവദനീയമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല. മക്കൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചറിവ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടൽ. ചെറിയ കുട്ടികളോട് പോലും പ്രവാചകൻ പറയുകയാണ്, ഓരെ പാടില്ല, അത് നമുക്ക് ഹലാലല്ല, അത് ഹറാമാണ്, തുപ്പിക്കളയണമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പേരക്കുട്ടിയെ ഉപദേശിക്കുന്ന വല്ലുപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാം. ഇങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ മക്കളെ, പേരമക്കളെയൊക്കെ? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിലേക്ക് വരികയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബുനാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യഖ്തുബുനാ, ഞങ്ങളുടെ പ്രവാചകൻ ഖുതുബ ഓതിക്കൊണ്ടിരിക്കാൻ. ശരിക്കും മനസ്സിലാക്കണം, കമ്മിറ്റിക്കാരൊക്കെ മനസ്സിലാക്കണം, പള്ളിയിൽ വരുന്ന മുഴുവൻ ആളുകൾ മനസ്സിലാക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നുകൊണ്ട് പ്രവാചകൻ ഖുതുബ നിർവഹിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. മിമ്പറിൽ നിന്നുകൊണ്ട് തന്റെ സ്വഹാബത്തിന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഹസൻ വൽ ഹുസൈൻ, പ്രവാചകന്റെ പേരക്കുട്ടികൾ ഹസനും ഹുസൈനും വരികയാണ്. അലൈഹിമാ ഖമീസാനി അഹ്ബറാനി, രണ്ടുപേരും ചുവന്ന കുപ്പായങ്ങൾ ധരിച്ച് പള്ളിയിലേക്ക് ഇങ്ങനെ യംശിയാനി വയഖുറാനി, പിച്ചവച്ച് നടന്നു വരികയാണ്. നടന്നും വീണും ആ ചെറിയ മക്കൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഫനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മിമ്പരി, ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി, നിങ്ങൾ സമ്മതിക്കോ? ഇന്നൊരു ഖത്തീബ് അങ്ങനെ ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച ആ ഖത്തീബിന് ആ പള്ളിയിൽ ജോലി ഉണ്ടാവില്ല. ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ തന്റെ ചെറിയ പേരമക്കൾ രണ്ടുപേരും നടന്നു വരുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ മിമ്പറിൽ നിന്നിറങ്ങി. ഫഹമലഹുമാ വവദഅഹുമാ ബൈന യദൈഹി,
ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നയാണ്, ഒരു പരീക്ഷണമാണ്. എന്നിട്ട് പ്രവാചകൻ പറയാൻ, ഞാൻ നോക്കി ഇലാ ഹാദൈനി സുബിയൈനി, ഈ രണ്ട് കുട്ടികളിലേക്ക് ഞാൻ നോക്കി, യംശിയാനി വയഖുറാനി, അവർ രണ്ടുപേരും ഇങ്ങനെ പിച്ചവച്ച് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഫലസ്ബിർ, ഞാൻ ക്ഷമിച്ചില്ല, അഥവാ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഹത്താ ഖതഅതു ഹദീഥി വറഫഅതുഹുമാ, എന്റെ സംസാരം മുറിച്ച് എന്റെ ഖുതുബ നിർത്തി വെച്ച് അവർ രണ്ടുപേരെയും ഞാൻ എടുക്കുകയുണ്ടായി. എടുക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ മക്കളെ മൈൻഡ് ചെയ്യാതെ ഖുതുബയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പ്രവാചകൻ പറയുക, ഇറങ്ങി വന്ന ആ മക്കളെ എടുത്ത് പ്രവാചകൻ ഒന്ന് പുനരിക്കുകയാണ്. എങ്ങനെ പെരുമാറണം നമ്മുടെ മക്കളോട്? ഇങ്ങനത്തെ എത്ര ഉപ്പമാരുണ്ട് ഈ പള്ളിയിൽ, ഇങ്ങനത്തെ എത്ര ഉപ്പമാരുണ്ട് ഈ പള്ളിയിൽ. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണ്, കാന യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമായിരുന്നു, വഹുവ ഹാമിലുൻ, ചുമക്കുന്നവനായി എടുക്കുന്നവനായി, ഉമാമത ബിൻത സൈനബ ബിൻതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ സൈനബ റളിയല്ലാഹു അൻഹയുടെ മകളായ ഉമാമത്തിനെ പ്രവാചകൻ എടുത്തുകൊണ്ട് നമസ്കരിക്കുമായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫൈദാ ഖാമ ഹമലഹ വൈദാ സജദ വദഅഹ, പ്രവാചകൻ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ കുട്ടിയെ എടുക്കും, റുകൂഇലേക്ക് സുജൂദിലേക്ക് പോകുമ്പോൾ കുട്ടിയെ താഴെ വെക്കും, രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും കുട്ടിയെ എടുത്തുകൊണ്ട് പ്രവാചകൻ നമസ്കാരം നിർവഹിക്കുകയാണ്. നോക്ക് നിങ്ങൾ, ചെറിയ മക്കളെ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചു. നമ്മുടെ കുട്ടികളോ നിസ്കരിക്കുന്നതിനിടയിൽ മുസല്ലയിലേക്ക് കൊണ്ട് കയറിയാൽ ഉമ്മമാരെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ആ മക്കൾ അവിടെ കിടന്ന് കരയുകയാണ്. അവരെ എടുത്തുകൊണ്ട് നമസ്കരിച്ചു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസ് കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു അൻഹു അനബിഹി, അബ്ദുല്ലാഹ് ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് പുറപ്പെട്ടു, ഫീ ഇഹ്ദാ സലാത്തിൽ ഇശാഇ, ഇശാ മഗ്രിബ് രണ്ടാമത്തെ നമസ്കാരത്തിന് വേണ്ടി, വഹുവ ഹാമിലുൻ ഹസനൻ ഔ ഹുസൈനൻ, ഹസനാണോ ഹുസൈനാണോ എന്ന് ഓർമ്മയില്ല. രണ്ട് പേരക്കുട്ടികൾ, ഒരാളെ എടുത്തുകൊണ്ടാണ് പ്രവാചകൻ വരുന്നത്. ഫതഖദ്ദമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പ്രവാചകൻ ഞങ്ങളിലേക്ക് മുന്നിട്ടു. ഫവറഅഹു, ആ കുട്ടിയെ താഴെ വെച്ചു. സുമ്മ കബ്ബറ, പിന്നീട് തക്ബീർ ചൊല്ലി സ്വലാത്ത് നമസ്കാരത്തിന് വേണ്ടി. ഫസല്ല, അങ്ങനെ നമസ്കരിച്ചു. ഫസജദ, പ്രവാചകൻ സുജൂദ് ചെയ്തു. ബൈന ഖുർആനി സ്വലാത്തി സജദതൻ അത്വാലഹ, ആ രണ്ട് സുജൂദുകളിൽ ഒരു സുജൂദ് സുദീർഘമായ സുജൂദായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ നീണ്ട സുജൂദ്. ഖാല അബി, അബ്ദുല്ലാഹ് ഇബ്നു ശദ്ദാദ് പറയൻ, എന്റെ പിതാവ് പറഞ്ഞു, പ്രവാചകൻ ദീർഘമായ സുജൂദിലാണ്. സുജൂദിൽ പോയ പ്രവാചകൻ എഴുന്നേൽക്കുന്നതായി കാണുന്നില്ല. പിന്നെ നമസ്കരിക്കുന്ന അദ്ദേഹത്തിന്റെ പിതാവ് പറയാ, ഫറഫഅതു റഅസി, ഞാൻ നിസ്കാരത്തിൽ സുജൂദിൽ നിന്ന് എന്റെ തല ഒന്ന് പൊക്കി നോക്കി, എന്താ സംഭവിച്ചതെന്ന് അറിയാൻ. സ്വാഭാവികമാണല്ലോ, സുജൂദിൽ പോയ ഇമാമൻ ഒരുപാട് നേരം കഴിഞ്ഞ് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ലെങ്കിലോ പിന്നിൽ നിൽക്കുന്ന ആളുകൾ ഒന്ന് തലപൊക്കി നോക്കും, എന്ത് സംഭവിച്ചു എന്നറിയാൻ. ഇമാമൻ എന്തെങ്കിലും സംഭവിച്ചാലോ പിന്നിൽ നിന്ന് ഒരാൾ കയറി നിസ്കാരം പൂർത്തിയാക്കും. കുറെ നേരമായിട്ട് പ്രവാചകൻ സുജൂദിൽ എഴുന്നേൽക്കുന്നില്ല. ഞാൻ എന്റെ തലപൊക്കി നോക്കിയപ്പോ വൈദ സ്വബിയു അലാ ദുഹരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സാജിദുൻ, പ്രവാചകൻ സുജൂദിൽ തന്നെയുണ്ട്. പ്രവാചകന്റെ പേരക്കുട്ടി പ്രവാചകന്റെ മുതുകത്ത് കയറിയിരിക്കുകയാണ്. ഫറജഅതു ഇലാ സുജൂദി, അത് കണ്ടപ്പോൾ ഞാൻ സുജൂദിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ഫലമ്മാ ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത, അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ കാലനാസു, ജനങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക സജദത ബൈന ദുഹറാനി സ്വലാത്തിക സജദതൻ അത്വൽതഹ, എന്താണ് പ്രവാചകരെ രണ്ട് സുജൂദുകളിൽ ഒരു സുജൂദ് വല്ലാതെ ദൈർഘ്യമേറിയ സുജൂദായി പോയല്ലോ. പള്ളിയിലാണ്, ജമാഅത്ത് നമസ്കാരമാണ്, പ്രവാചകൻ ഇമാമാണ്, പിന്നീട് സ്വഹാബത്തുണ്ട്, മഅ്മൂമീങ്ങളുണ്ട്. നിസ്കാരം സ്വഹാബത്ത് ചോദിക്കുക, നബിയെ എന്തുപറ്റി? സുദീർഘമായ സുജൂദായിരുന്നല്ലോ. ഹത്താ തീർച്ചയായും ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ കരുതിപ്പോയി, അന്നഹു
പലതും കരുതിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയാ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇബ്നി എന്റെ മകൻ അവൻ എന്നെ വാഹനമാക്കി, എന്റെ മുതുകിൽ അവനൊരു വാഹനമാക്കി, അവൻ എന്റെ മുതുകത്ത് കയറിയിരുന്നു. അവൻ അവന്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവനെ നിർത്തിയിലാക്കാൻ ഞാൻ വെറുത്തു എന്ന് പറഞ്ഞാൽ അവൻ എന്റെ മുതുകത്ത് എന്നെ ഒരു വാഹനമാക്കി എന്റെ മുതുകത്ത് കയറിയിരിക്കുകയാണ്. അവന്റെ ആവശ്യം തീരുന്നതിന് മുമ്പ് അവനെ എന്റെ മുതുകിൽ നിന്ന് പിടിച്ചു മാറ്റുന്നത് ഞാൻ വെറുത്തു. അതുകൊണ്ട് എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഞാൻ സുജൂദിൽ കിടന്നു കൊടുത്തു. അവന്റെ ആവശ്യം മതിയായപ്പോൾ അവൻ എന്റെ മുതുകിൽ നിന്ന് മാറി, ഞാൻ സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. സുബ്ഹാനല്ലാഹ്. ലോകത്തിന്റെ പ്രവാചകനാണ് നമുക്ക് മാതൃക. മക്കളോട്, പേരമക്കളോട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. നമ്മൾ ഒന്ന് എടുക്കാൻ, ഒരു ചുംബനം കൊടുക്കാൻ, ഒന്ന് വാരിപ്പുണരാൻ, നമ്മുടെ നെഞ്ചത്ത് കിടത്തി ഒന്ന് ലാളിക്കാൻ, അവരെ കടയിൽ കൊണ്ടുപോകണം, പുറത്തു പോകണം എന്ന് പറയുമ്പോൾ അവരെ ഒന്ന് കൊണ്ടുപോകാൻ, കളിപ്പാട്ടങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അവർക്കൊന്ന് വാങ്ങിക്കൊടുക്കാൻ, ഉപ്പമാരെ, വല്ലുപ്പമാരെ, വല്ലുമ്മമാരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറണം? നമ്മുടെ മക്കളാണ് ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ മക്കളെ തെറ്റ് കണ്ടാൽ ശാസിച്ചുകൊണ്ടും നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടും നമ്മൾ വളർത്തിയാൽ നമ്മുടെ കൂടെ ഉണ്ടാകും. മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്നത് സ്വാലിഹായ മക്കളാണ്. ആ മക്കളെ നമ്മുടെ കൂടെ നിർത്തുക. പള്ളിയിലേക്ക് വരുമ്പോ നമ്മുടെ കൂടെ നമ്മൾ കൊണ്ടുവരിക. വാങ്ങെടുത്തു, നിസ്കാരത്തിന് സമയമായി, പള്ളിയിലേക്ക് പോടാ എന്ന് പറയാതെ വാങ്ങോടെ നമുക്ക് പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മക്കളുടെ കയ്യും പിടിച്ചുപ്പമായി പള്ളിയിലേക്ക് നടന്നു പോകുന്ന കാഴ്ച എത്ര സുന്ദരമാണ്. അങ്ങനെയായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹായ മക്കളെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മളെല്ലാവരും അറിഞ്ഞു. പലരും വലിയ സന്തോഷത്തിലാണ്, ആനന്ദത്തിലാണ്, ആഹ്ലാദത്തിലാണ്. നമ്മുടെ മക്കളുടെ റിസൾട്ട് അതിങ്ങനെ സ്റ്റാറ്റസ് ആക്കി, അതുപോലെ തന്നെ വാട്സപ്പ്, നമ്മുടെ ഗ്രൂപ്പുകളിൽ, ഫാമിലി ഗ്രൂപ്പുകളിലെല്ലാം അയച്ച് വലിയ സന്തോഷം പങ്കിടുന്ന ഒരവസ്ഥയിലാണ് നമ്മളെല്ലാവരും. അതെല്ലാം വേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ മക്കളും മാതാപിതാക്കളും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് വലിയ ഒരു പരീക്ഷ നമ്മളെല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും പരീക്ഷ പോലെയാണ്. എല്ലാ ദിവസവും എക്സാം അറ്റൻഡ് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. ഈ പരീക്ഷയുടെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ. ഒരൊറ്റ ചാൻസ്, ഒരേ ഒരു അവസരം. ആ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് കയ്യിൽ കിട്ടുമ്പോ തോറ്റുപോയാൽ രണ്ടാമത് എഴുതാനുള്ള അവസരമില്ല. ഇന്ന് നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് വന്നു, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർ ഫെയിലായാൽ അവർക്ക് രണ്ടാമതും മൂന്നാമതും പിന്നീടും എല്ലാം എഴുതിയെടുക്കാനുള്ള അവസരങ്ങൾ അവരുടെ മുന്നിലുണ്ട്. എന്നാൽ ഈ ദുനിയാവാകുന്ന പരീക്ഷാ ഹാൾ, ഇവിടെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല
നിങ്ങൾക്കിടയിൽ മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചത്, സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരൊക്കെയാണ് ഏറ്റവും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുന്ന ദിവസം പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ, വീട്ടിലെത്തിയാൽ ആദ്യം ചെയ്യാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ബുക്ക് തുറന്നു വെച്ചിട്ട് ഞാൻ എഴുതിയ ആൻസർക്ക് ശരിയാണോ എന്നിങ്ങനെ പരിശോധിച്ചു നോക്കും. മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, ഞാൻ എഴുതിയതിൽ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ, ടോട്ടൽ എനിക്ക് എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടാവും, റിസൾട്ട് വരുന്നതിന് മുമ്പേ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കാൻ. മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി ഉമ്മയും ഉപ്പയും അവരെ വിളിച്ചിരുത്തി, മോനെ ഇതിന് നീ എന്താ ആൻസർ എഴുതിയത്, ഇതിന്റെ ഉത്തരം ശരിയാണോ, ഇവിടെ നീ എന്താ എഴുതിയത്, അവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം അല്ലേ? നമ്മളൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇന്നത്തെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള പരീക്ഷയുടെ റിസൾട്ട് എന്തായിരിക്കും? ഞാനിന്ന് സുബഹിക്ക് എഴുന്നേറ്റോ, ഞാനിന്ന് സുബഹി ജമാഅത്തായി പള്ളിയിൽ വന്ന് നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞു? ഇന്ന് സുബഹി നിസ്കരിക്കാത്ത ആളുകൾ എത്ര പേരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഫെയിലായിക്കൊണ്ടിരിക്കുക. നമ്മൾ എഴുതിയിട്ടില്ല, അതിന്റെ ആൻസർ പൂരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഓരോ ദിവസവും രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ ഇന്നത്തെ എക്സാം ഞാൻ പാസ്സാകുമോ, എനിക്ക് എത്ര മാർക്ക് കിട്ടും, രാവിലെ മുതൽ ഈ സമയം വരെ എത്ര ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്താൻ എനിക്ക് കഴിയും, എന്റെ ജീവിതത്തിൽ എത്ര നന്മകൾ, എന്റെ ജീവിതത്തിൽ എത്ര തിന്മകൾ നമ്മൾ പരിശോധിക്കട്ടെ. പൂർണ്ണമായും അറിയുന്നത് നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോഴാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതാണ് യഥാർത്ഥമായ പരീക്ഷ. അത് മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, കുടുംബത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ, നമ്മളെല്ലാവരും വലിയ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണ വസ്തുവാണ്. ഈ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോയാൽ രണ്ടാമതൊരു ചാൻസ് ഇല്ല. ഒരേ ഒരു ലൈഫ്, ഒരൊറ്റ ലൈഫ്, ഒരേ ഒരു ചാൻസ്. അതുകൊണ്ട് ഈ പരീക്ഷയിൽ തോറ്റുപോകാതിരിക്കാൻ, പാസ്സാകാതിരിക്കാൻ ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിച്ച് മുന്നേറുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ.